കണ്ണൂർ കരിക്കോട്ടക്കരയിൽ ഇറങ്ങിയ കാട്ടാന ജനവാസ മേഖലയിൽ തുടരുന്നു. പ്രദേശത്തെ വീടിന്റെ മുറ്റത്ത് കാട്ടാന തുടരുകയാണ്. അരുൺ പൂപ്പറമ്പ തത്സമയം വിശദാംശങ്ങളുമായി. അരുൺ, കുറെ സമയമായി ആന അവിടെ തന്നെ തുടരുകയാണോ? ഇപ്പോൾ വീടിൻ്റെ മുറ്റത്തല്ല, വീടിന് തൊട്ട് സമീപമുള്ള ആ ഒരു ചെറിയ ഇടുങ്ങിയ റോഡിലാണ് ഇപ്പോൾ ഈ കാട്ടാന നിൽക്കുന്നത്. നമുക്ക് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കാണാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ആന അനങ്ങാതെ ശാന്തമായി നിൽക്കുകയാണ്. അല്പനേരം മുമ്പ് അതങ്ങനെ ആയിരുന്നില്ല. ചില സമയങ്ങളിൽ ആന പെട്ടെന്ന് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയൊക്കെ നേരെ പാഞ്ഞെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്ന മേഖലയിലൊക്കെ പാഞ്ഞെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. കാരണം ആനയുടെ വായുടെ തൊട്ടടുത്ത്, അതായത് ആനയുടെ ശരീരത്തിൽ തന്നെ മുറിവുകളുണ്ട് എന്നതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആന പെട്ടെന്ന് വയലൻ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. 2 തവണയായി ഈ പൈപ്പിലൂടെ വെള്ളം ശരീരത്തിൽ നനച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ നനക്കുമ്പോൾ അല്പസമയം ശാന്തമായി നിൽക്കും. അതിനുശേഷം വീണ്ടും ഈ ഉദ്യോഗസ്ഥർക്കൊക്കെ നേരെ പാഞ്ഞെടുക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ശാന്തമായി ഈ ജനവാസ മേഖലയിൽ തന്നെ ഒരു റോഡിലാണ് ഇപ്പോൾ ആന നിൽക്കുന്നത്. കാട്ടിലേക്ക് കയറ്റിവിടാൻ എന്ത് നടപടിയാണ്? വനംവകുപ്പ് അധികൃതർ അങ്ങോട്ടേക്ക് എത്തിയില്ല. ഇത് അധികം പ്രായമില്ലാത്ത ആനയാണോ? അനുജ, ഇതിനെ ഇപ്പോൾ നിലവിൽ ഈ വനമേഖലയിലേക്ക് തന്നെ തുരത്താനുള്ള നടപടികളാണ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. ഇപ്പോൾ ആറളം റേഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. ACF ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ കാര്യങ്ങളൊക്കെ വിലയിരുത്തുകയാണ്. പെട്ടെന്ന് ഈ ആനയെ തുരത്താൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. അതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ആനയുടെ ആരോഗ്യസ്ഥിതിയാണ്. ഈ ശരീരത്തിൽ തന്നെ, അതായത് ഇന്നലെ കീഴ്പള്ളി ഭാഗത്താണ് ഈ ആനയെ ആദ്യം കണ്ടത്, രാത്രി 10 മണിയോടെ. അതിനുശേഷം അവിടെ നിന്ന് RRT സംഘവും നാട്ടുകാരും ചേർന്ന് ഇതിനെ അവിടെ നിന്ന് തുരത്തി. അതിനുശേഷം വെളിമാനം മേഖലയിൽ ഈ ആനയെ കണ്ടിരുന്നു. അങ്ങനെ സഞ്ചരിച്ചാണ് ഈ കരിക്കോട്ടക്കരി ടൗണിനടുത്തേക്ക് ആന എത്തിയത്. അതായത് കിലോമീറ്ററോളം ആ തുരത്തിയ ഘട്ടത്തിൽ ഇത് സഞ്ചരിച്ചിട്ടുണ്ട്. ആ സമയത്താണ് ഇതിന് മുറിവ്, ഈ ശരീരത്തിൽ അതിൻ്റെ ദേഹത്ത് മുറിവ് പറ്റിയതും എന്നതാണ് വനംവകുപ്പ് പറയുന്നത്. നിലവിലെ ആരോഗ്യസ്ഥിതിയിൽ അതിനെ പെട്ടെന്ന് അങ്ങനെ തുരത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അല്പം കാത്തിരിക്കുകയാണ്. ആന അല്പം ശാന്തമായതിനു ശേഷം ഇതിനെ തുരത്തുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കും എന്നതാണ്. മയക്കുവടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രായോഗികമല്ല എന്ന് വനംവകുപ്പ് ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലെ ആരോഗ്യസ്ഥിതിയിൽ മയക്കുവടി വെച്ച് അങ്ങനെ മാറ്റാൻ സാധിക്കില്ല. ഇവിടുന്ന് ഈ ആറളം വനമേഖലയിലേക്ക് തന്നെ ഇതിനെ തുരത്തേണ്ടതുണ്ട്. നേരത്തെ ഈ ആറളം ഫാമിൽ ഉണ്ടായിരുന്ന ആനയാണിത്. ഈ അവിടെ നിന്ന് ഫാമിലെ ആനകളെ പൂർണ്ണമായും ഈ തുരത്തുന്ന നടപടികൾ നടന്നു വന്നിരുന്നു. അതിനിടെ ഈ കാട്ടാന, നിലവിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന കാട്ടാന അവിടെ നിന്ന് കൂട്ടം തെറ്റി ഈ കീഴ്പള്ളി, ആറളത്തിന് സമീപമുള്ള കീഴ്പള്ളിയിലേക്ക് എത്തുകയായിരുന്നു. അവിടെ നിന്ന് രാത്രിയാണ് ഇതിനെ തുരത്തിയത്. അങ്ങനെ ഇത് സഞ്ചരിച്ചപ്പോൾ ഈ കരിക്കോട്ടക്കരി ടൗണിൽ ഏകദേശം എത്തിയ ആനയാണ്. കരിക്കോട്ടക്കരയിൽ ജനവാസ മേഖലയിലാണ് നിലവിൽ ആന ഉള്ളത്. കുറച്ച് മണിക്കൂറായി അതവിടെ തുടരുകയാണ്. ആരോഗ്യസ്ഥിതി ഒരല്പം മോശമാണ്. പരുക്കുണ്ട്, മുറിവുണ്ട്. അതിനെ മയക്കുപിടി വെക്കാൻ അസാധ്യമാണ് എന്ന് ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. ഏതായാലും ഒരല്പസമയം കഴിഞ്ഞ് അതിനെ തിരികെ വനത്തിലേക്ക് തുരത്താനുള്ള നീക്കം വനംവകുപ്പ് അധികൃതർ നടത്തുന്നുണ്ട്.